ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഫിറോസും അതോടെ തന്നെ സജിനയുടെ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കൊണ്ട് ഈ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. അതോടെ തന്നെ ബാക്കിയുള്ളവർക്ക് കുറച്ച് പവറുണ്ട് അല്ലെങ്കിൽ അധികാരം ഉണ്ടെന്ന് വെച്ച് ബാക്കിയുള്ളവരെ എപ്പോഴും അടിച്ചു താക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ സജിൻ ഇപ്പോൾ ഉണ്ട് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഇതേ കണക്കത്തുള്ള തെറ്റെല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല, ഫിറോസാണ് ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഫിറോസിനെ കല്യാണം കഴിക്കുന്ന സമയത്തുണ്ട് എനിക്കതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ട് ആ വിവാഹം നടക്കുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ കുട്ടിയുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോലും പറ്റാത്തുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതേ കണക്കുണ്ട് ഈ ഫിറോസിലും എനിക്കൊരു കുട്ടി വേണമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് ഈ ഫിറോസ് തീരുമാനിക്കുന്നത്. അത് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ഉണ്ട് ഈ ഫിറോസിൻ്റെ ഇഷ്ടത്തിലാണ് ഞാനത് ചെയ്യാനൊക്കെ നിന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫിറോസിനുണ്ടെങ്കിൽ വേറെ ആളുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതി എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അതിൽ നിന്ന് വെളി വന്നതെന്നുള്ള രീതിയിലായിരുന്നു സജിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സജിന് പറയുന്ന രീതിയിലുണ്ടെങ്കിൽ ഇത് കണക്ക് ഫിറോസാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് ഇത് കണക്ക് സജിനയുടെ തലയിലാക്കി എന്നുള്ള രീതിയിലാണ് സജിന പറയുന്നത്. ഇതിൽ ആരാ ശരിയെന്നുള്ളത് ഇതുവരെ കറക്റ്റായിട്ട് വെളി വന്നില്ല. രണ്ടുപേരും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്.